ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഹയർ സെക്കൻഡറി +1 എക്സാമിനേഷൻ 2024 ജോഗ്രഫി പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസുള്ള 50 ക്വസ്റ്റ്യൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണത്. ഇതിൽ 25 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് മുൻ വർഷത്തെ ബോർഡ് എക്സാം, അതുപോലെ തന്നെ മുൻ വർഷത്തെ +1 മോഡൽ എക്സാം, അതുപോലെ ഇംപ്രൂവ്മെൻ്റ് എക്സാം ഇതിനെയൊക്കെ ആസ്പദമാക്കിയിട്ടാണ് ഈ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ റിപ്പീറ്റ് വന്നിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും നമുക്ക് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അപരദന നിക്ഷേപണ ഭൂരൂപങ്ങളെ പറ്റിയാണ്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഒഴുകുന്ന ജലം രൂപപ്പെടുത്തുന്ന ഭൂരൂപങ്ങൾ ഏതെല്ലാമാണെന്ന്. അപ്പോൾ ഇതിൽ ഒഴുകുന്ന ജലം മാത്രമല്ല, മറ്റ് ഭൂരൂപീകരണ സഹായികൾ നിർമ്മിക്കുന്ന ഭൂരൂപങ്ങളും കൂടി പഠിച്ചിരിക്കണം. ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ. കാര്യം ഇതിൽ ഈ രീതിയിൽ, അതായത് എല്ലാ അപരദന ഭൂരൂപങ്ങളും നിക്ഷേപണ ഭൂരൂപങ്ങളും എഴുതാനായിട്ട് ചോദിക്കാറില്ല. മറിച്ച് ഈ രീതിയിൽ ഏതെങ്കിലും ഒരു ഭൂരൂപീകരണ സഹായം അല്ലെങ്കിൽ ജിയോമോർഫിക് ഏജന്റിന്റെ അപരദന നിക്ഷേപണ ഭൂരൂപങ്ങളായിട്ടാണ് ചോദിക്കുന്നത്. അതായത് ഇറോഷണൽ ലാൻഡ് ഫോംസും ഡെപ്പോസിഷൻ ലാൻഡ് ഫോംസും. ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത്, ഇതിങ്ങനെ ഒരു ക്വസ്റ്റ്യനകത്ത് 5-6 ഇതേ കണക്ക് ഭൂരൂപങ്ങൾ കൊടുത്തിട്ട് അത് തരംതിരിച്ച് എഴുതാനാണ്. അപരദനം ഏത്, നിക്ഷേപണം ഏത്. ചിലപ്പോൾ ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ 2 കോളങ്ങളിലായിട്ട് എഴുതാനോ ഒക്കെ ചോദിക്കാറുണ്ട്. ടേം എക്സാമുകൾക്കൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇതിൽ ഒഴുകുന്ന ജലം മാത്രമാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ബാക്കിയുള്ള കാറ്റിൻ്റെതും ഹിമാനിയുടെയും തിരമാലകളുടെയും ഭൂഗർഭ ജലത്തിൻ്റെയും ഇവയുടെയും അപരദന നിക്ഷേപണ ഭൂരൂപങ്ങളുടെ പേര് കുറഞ്ഞതൊരു 4 അല്ലെങ്കിൽ 3-4 പേര് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇതിൽ ഇറോഷണൽ ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ അപരദന ഭൂരൂപങ്ങളിൽ വി രൂപ താഴ്വര അല്ലെങ്കിൽ വി ഷേപ്ഡ് വാലി, അതുപോലെ തന്നെ ഗിരികന്ധരം ഗോർജ്, ബൃഹത് ഗിരികന്ധരം കാനിയൻ, വക്രവലയങ്ങൾ അല്ലെങ്കിൽ മിയാൻഡറുകൾ, നദീതട്ടുകൾ, കയങ്ങൾ പോട്ട് ഹോൾസ്, റിവർ ടെറസ്, അതുപോലെ തന്നെ പോട്ട് ഹോൾസ്, ഇവ ഇത്രയും ഇറോഷണൽ ലാൻഡ് ഫോംസ് ആണ്. ഇനി ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസിലോട്ട് വരുമ്പോൾ റണ്ണിംഗ് വാട്ടറിന്റെ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത് പ്രളയ സമതലങ്ങൾ ഫ്ലഡ് പ്ലെയിൻസ്, അതുപോലെ തന്നെ നദീതീര തടങ്ങൾ നാച്ചുറൽ ലെവീസ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ആണ്. പിന്നെ ഡെൽറ്റാസ് ഉണ്ട്, പിന്നെ ഓക്സ്ബോ ലേക്ക് അല്ലെങ്കിൽ ഓക്സ്ബോ തടാകം, ഇവയൊക്കെയാണ് നിക്ഷേപണ ഭൂരൂപങ്ങളിൽ വരുന്നത്. അപ്പോൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഒഴുകുന്ന ജലമാണ് ചോദിച്ചത് മുൻവർഷങ്ങളിൽ. അപ്പോൾ മുൻവർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പോൾ ഇത് മറിച്ച് വേറെ ഏതെങ്കിലും ചോദിക്കാം, ഏതെങ്കിലും മറ്റ് ഭൂരൂപീകരണ സഹായികളുടെ അപരദന നിക്ഷേപണ ഭൂരൂപങ്ങളും ചോദിക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ വേപ്പർ. മുൻവർഷ ചോദ്യ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ജലബാഷ്പത്തിന്റെ പ്രാധാന്യം. നമ്മൾ അറ്റ്മോസ്ഫിയറിന്റെ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ ചാപ്റ്റർ, അന്തരീക്ഷ സംരചനയും ഘടനയും. അപ്പോൾ ഇതിൽ സംരചനയിൽ കോമ്പോസിഷനിൽ വരുന്നതാണ് ജലബാഷ്പം. ജലബാഷ്പം അന്തരീക്ഷത്തിൽ 4% അടങ്ങിയിട്ടുള്ളത്. പിന്നെ ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവപ്രദേശത്തേക്ക് പോകുമ്പോൾ ജലബാഷ്പം കുറയുന്നതായിട്ട് കാണുന്നു. അതായത് നമ്മുടെ ഇക്വറ്റോറിയൽ റീജിയൻസിൽ ഇവോപ്പറേഷൻ, ബാഷ്പീകരണം കൂടുതലാണ്. സ്വാഭാവികമായും അപ്പോൾ ജലബാഷ്പത്തിന്റെ അളവ് കൂടുതലായിരിക്കും. പിന്നീട് നമ്മൾ ധ്രുവപ്രദേശങ്ങളിലോട്ട് പോകുമ്പോൾ, പോളാർ റീജിയൻസിലോട്ട് പോകുമ്പോൾ അത് ഡ്രൈ ഏരിയാസ് ആണ്. അവിടെ നേരത്തെ പറഞ്ഞ കണക്കുള്ള ഇവോപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം കുറവാണ്. അപ്പോൾ വരണ്ട രീതിയിലുള്ള അനുഭവപ്പെടുന്നു, വരണ്ട അന്തരീക്ഷമായിരിക്കും. അതുകൊണ്ട് ജലബാഷ്പത്തിന്റെ അളവ് കുറയുന്നതായിട്ട് കാണാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, വാട്ടർ വേപ്പർ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, ഒരു ഹരിതഗ്രഹ വാതകമാണ്. അപ്പോൾ അതുകൂടി ഒന്ന് വായിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ക്ലൗഡ്സ് ആണ്. ക്ലൗഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് മേഘങ്ങൾ, മേഘങ്ങളുടെ വർഗീകരണം, അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ വാട്ടർ ഇൻ ദി അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അന്തരീക്ഷത്തിലെ ജലം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. വിവിധ തരം മേഘങ്ങൾ ഏതെല്ലാമാണെന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ മേഘം എന്ന് വെച്ചാൽ ഉയർന്ന വിതാനങ്ങളിൽ കാണപ്പെടുന്ന വാതക രൂപത്തിലുള്ള ഘനീകരണമാണ്, ഒരു കണ്ടൻസേഷൻ ഫോമാണ് മേഘം, അല്ലേ? അതുപോലെ നിങ്ങൾ വേറെ ഫോംസ് ഓഫ് കണ്ടൻസേഷൻ പഠിച്ചിട്ടുണ്ട്. തുഷാരം ഡ്യൂ, ഉറഞ്ഞ മഞ്ഞ് ഫ്രോസ്റ്റ്, മിസ്റ്റ് ആൻഡ് ഫോഗ് മൂടൽമഞ്ഞും നേർത്ത മൂടൽമഞ്ഞും. അതേപോലെ അതിൽ വരുന്നതാണ് ഈ മേഘങ്ങളും. മേഘം എന്ന് പറയുന്നത് ഒരു കണ്ടൻസേഷൻ ഫോമാണ്, ഒരു ഘനീകരണ രൂപമാണ്. വിവിധ തരം മേഘങ്ങൾ ഏതെല്ലാമാണ് നോക്കാം. സിറസ് മേഘങ്ങൾ, അതായത് വെളുത്ത തൂവാല പോലെ കാണപ്പെടുന്ന ഫെദറി അപ്പിയറൻസ് ഉള്ളവയും ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്നതും സിറസ് മേഘങ്ങളാണ്. അടുത്തത് ക്യുമുലസ് മേഘങ്ങളാണ്. പഞ്ഞിക്കെട്ട് പോലെ ഡോം ഷേപ്ഡ് പോലെ കാണപ്പെടുന്നതാണ് ക്യുമുലസ്. സ്ട്രാറ്റസ്, പേര് പറയുന്ന പോലെ തന്നെ സ്ട്രാറ്റ അല്ലെങ്കിൽ പാളികളായി അടുക്കുകളായി കാണപ്പെടുന്ന മേഘങ്ങളാണ്. നിംബസ് മഴമേഘങ്ങളാണ്. ഇരുണ്ട് ചാരനിറത്തിലുള്ള വലിയ മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് മേഘങ്ങളുടെ വർഗീകരണം. അപ്പോൾ എന്താണ് മേഘങ്ങൾ, മേഘങ്ങളുടെ വർഗീകരണം ഒന്ന് വായിച്ച് പഠിച്ചു വെച്ചേക്കുക. അടുത്ത ചോദ്യം
മെഷേഴ്സ് ടു മിറ്റിഗേറ്റ് ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചിൽ ലഘൂകരിക്കാനുള്ള മാർഗങ്ങൾ. ഇതിൽ പറയുന്നത് മലയോര മേഖലകളിലാണ് അല്ലേ കൂടുതലും ലാൻഡ് സ്ലൈഡ് മണ്ണിടിച്ചിൽ ഉണ്ടാവുന്നത്, ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഗങ്ങളിൽ നമുക്ക് നിയന്ത്രണം കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഓരോ 4 പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ വർക്ക്സ് ഓൺ മൗണ്ടൻ സ്ലോപ്പ് ഷുഡ് ബി മിനിമൈസ്ഡ്, അതായത് പർവ്വത ചരിവുകളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ലഘൂകരിക്കേണ്ടതായിട്ടുണ്ട്. അഗ്രികൾച്ചർ ഷുഡ് ബി ലിമിറ്റഡ് ടു വാലീസ്, അതുപോലെ തന്നെ കൃഷിയും കാർഷിക ജോലികളും എല്ലാം നമ്മൾ ഈ താഴ്വരകളിലോട്ട് കൊണ്ടുവരിക. അതായത് മലയോര മേഖലകളിൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം അത് മണ്ണിനെ അതിന് ഇളക്കം തട്ടുകയും അതുവഴി മണ്ണിടിച്ചിലുണ്ടാകും. കാർഷിക പ്രവർത്തനങ്ങളൊക്കെ താഴ്വരയിലേക്ക് കൊണ്ടുവരിക. അടുത്തത് പ്ലാന്റ് ട്രീസ് ഓൺ മൗണ്ടൻ സ്ലോപ്സ്, മലഞ്ചരിവുകളിൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക. പിന്നെ ബണ്ടുകൾ നിർമ്മിക്കുക, കൺസ്ട്രക്ട് ബണ്ട്സ് ടു റെഡ്യൂസ് വാട്ടർ ഫ്ലോ. ഇതിനു വേണ്ടിയാണ് വെള്ളത്തിന്റെ ഒഴുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി ബണ്ടുകൾ നിർമ്മിക്കുക. 4 പോയിന്റുകളാണ് മണ്ണിടിച്ചിൽ ലഘൂകരിക്കാനുള്ളത്. ഈ വീഡിയോയിൽ തന്നെ നമ്മൾ മറ്റ് വെള്ളപ്പൊക്കത്തിന്റെയും ഭൂകമ്പത്തിന്റെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് ജൈവ വൈവിധ്യമാണ്, ബയോഡൈവേഴ്സിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ജൈവ വൈവിധ്യം എന്ന് ചോദിക്കും. ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലയിൽ കാണപ്പെടുന്ന വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളെയാണ് ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി വൈവിധ്യമാണ് അല്ലെ, വെറൈറ്റി ഓഫ് സ്പീഷീസ്, അപ്പോൾ ലിവിങ് തിങ്സ്, അതാണ് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് 3 തരം ജൈവ വൈവിധ്യങ്ങളുണ്ട്. ജനറ്റിക് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജനിതക വൈവിധ്യം, ജനറ്റിക് ഡൈവേഴ്സിറ്റി, വർഗ വൈവിധ്യം അല്ലെങ്കിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ആവാസ വ്യവസ്ഥ വൈവിധ്യം അല്ലെങ്കിൽ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. അപ്പോൾ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ദ റേഞ്ച് ഓഫ് ഡിഫറെന്റ് ജീൻസ് വിത്തിൻ എ സ്പീഷീസ്, വിവിധ വർഗത്തിൽപ്പെട്ട ജീവികളുടെ ജീനുകളിലുള്ള വൈവിധ്യമാണ് ജനിതക വൈവിധ്യം. വർഗ വൈവിധ്യം എന്ന് പറയുമ്പോൾ ഡൈവേഴ്സിറ്റി ഇൻ ടൈപ്സ് ഓഫ് സ്പീഷീസ് ഓഫ് ആൻ ഏരിയ, ഒരു പ്രദേശത്തെ ജീവവർഗങ്ങളിലെ വൈവിധ്യം. ലാസ്റ്റ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി പേരി പറയുന്നത് തന്നെ ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യങ്ങളാണ്, അതായത് വേരിയേഷൻസ് ഇൻ എക്കോസിസ്റ്റം വിത്തിൻ എ ജോഗ്രഫിക്കൽ ഏരിയ. അപ്പോൾ എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വിവിധ തരം ബയോഡൈവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റീസ് ഏതെല്ലാമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 6th ക്വസ്റ്റ്യൻ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലെ പാളികളെ പറ്റിയാണ്. സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു പാളി മാത്രമായിട്ട് ചോദിക്കാം, ആ പാളിയുടെ സവിശേഷതകൾ എഴുതാൻ ചോദിക്കാം. കാരണം മുൻ വർഷം ഒരു ചോദ്യ പേപ്പറിൽ ട്രോപ്പോസ്ഫിയറിനെ പറ്റി മാത്രം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സ്ട്രാറ്റോസ്ഫിയറിനെ പറ്റി കഴിഞ്ഞ ടേം എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പാളിയെ പറ്റി മാത്രവും ചോദിക്കാം, ജനറൽ ആയിട്ട് അന്തരീക്ഷത്തിലെ പാളികളെ പറ്റി എഴുതാനും ചോദിക്കാം. അപ്പോൾ 5 പാളികളാണുള്ളത്. നിങ്ങൾക്കറിയാവുന്നത് പോലെ ട്രോപ്പോസ്ഫിയർ ഏറ്റവും താഴത്തെ പാളിയാണ്, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അപ്പോൾ പേരിൽ നിന്ന് തന്നെ പലതും വ്യക്തമാണ്. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുമ്പോൾ ലെയർ പാളികളായി കാണപ്പെടുന്നതാണ്. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഏറ്റവും താഴത്തെ അന്തരീക്ഷ പാളിയാണ്. എല്ലാ അന്തരീക്ഷ പ്രതിഭാസങ്ങളും നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിന്റെ സെപ്പറേറ്റ് നമ്മളൊന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ മീസോസ്ഫിയർ ഏറ്റവും തണുത്ത പാളി ഏതെന്ന് ചോദിച്ചാൽ മീസോസ്ഫിയർ ആണ്. താഴത്തെ അതായത് നമ്മുടെ മധ്യത്തിലായി കാണപ്പെടുന്ന പാളിയാണ് മീസോസ്ഫിയർ. ഈ പ്രത്യേകത ഏറ്റവും തണുപ്പുള്ള അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ, മറന്നു പോകരുത്. അത് ചിലപ്പോൾ ഒരു 1 വേർഡ് ആയിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാം. പിന്നെ ഏറ്റവും താപനില കൂടിയത് ചൂടുള്ള പാളി ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം തെർമോസ്ഫിയർ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് ആലോചിക്കുക. അപ്പോൾ ഏറ്റവും ചൂടുള്ള പാളി തെർമോസ്ഫിയർ ആണ്. ഇനി എക്സോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിലായി കാണും, ഏറ്റവും അതായത് അന്തരീക്ഷത്തിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്നതാണ് സ്പേസ് എന്നൊക്കെ നമ്മൾ പറയും, ശൂന്യാകാശം എന്നൊക്കെ പറയുന്നത് എക്സോസ്ഫിയർ ആണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഓരോന്ന് മാത്രമായിട്ട് ചോദിക്കുക. അങ്ങനെ ട്രോപ്പോസ്ഫിയർ ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പോയിന്റുകൾ കൂടി. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ആദ്യത്തെ ഒരു 3 എണ്ണത്തിൻ്റെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയറിൻ്റെ ഒക്കെ ഒരു 3 പോയിന്റ് 4 പോയിന്റ് വായിച്ചു വെച്ചേക്കുക. ഇതിൽ ശരാശരി ഉയരം 13 കിലോമീറ്റർ ആണ് ട്രോപ്പോസ്ഫിയറിൻ്റെ. ഇവിടുത്തെ പ്രത്യേകത ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. ഓരോ 165 മീറ്ററിലും 1 ഡിഗ്രി സെൽഷ്യസ് വീതം എന്ത് കുറയുന്നു, ടെമ്പറേച്ചർ, ഊഷ്മാവ് കുറയുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് കേട്ടോ. താപനഷ്ട നിരക്ക് എന്നാണ് അറിയപ്പെടുന്നത്. താപനഷ്ട നിരക്ക് അല്ലെങ്കിൽ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വിധ അന്തരീക്ഷ പ്രതിഭാസങ്ങളും നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അടുത്ത 7ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷൻ വാട്ടർ. ഓഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. സമുദ്രജലത്തിന്റെ ഊഷ്മാവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഇതിലിപ്പോൾ കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്. ഭൂമധ്യരേഖയിൽ നിന്നുള്ള അകലം, അതായത് ഇക്വറ്റോറിയൽ റീജിയൻസിൽ നിന്നുള്ള അല്ലെങ്കിൽ
കൂടുതലും ഇക്വറ്റോറിയൽ റീജിയൻസിലാവുമ്പോൾ നിങ്ങൾക്കറിയാം ചൂട് ലംബമായി പതിക്കുന്ന മേഖലയാണ്, അതുകൊണ്ട് തന്നെ ചൂട് കൂടുതലായിരിക്കും അവിടുത്തെ സമുദ്രജലത്തിന്. അപ്പോൾ ഭൂമധ്യരേഖയിൽ നിന്ന് അകലുന്നതനുസരിച്ച് എന്ത് കുറയും? താപനില അല്ലെങ്കിൽ ഊഷ്മാവിൽ വ്യത്യാസം കാണപ്പെടുന്നു. പിന്നെ കരയുടെയും ജലത്തിൻ്റെയും തുല്യമല്ലാത്ത വിതരണം, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ, അതും സമുദ്രജലത്തിന്റെ ഊഷ്മാവിനെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ ആഗോള വാതകങ്ങൾ, അതായത് നമ്മുടെ ഗ്ലോബൽ വിൻഡ്, ട്രേഡ് വിൻഡ്, വെസ്റ്റർലീസ്, ഈസ്റ്റർലീസ്, പോളാർ വിൻഡ് മുതലായ ഗ്ലോബൽ വിൻഡുകൾ, ആഗോള വാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, അതുപോലെ തന്നെ ഈസ്റ്റർലീസ്, പൂർവ്വവാദങ്ങൾ ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഇവയെല്ലാം കാറ്റ് വീശുന്നത് കൊണ്ട് തന്നെ അന്തരീക്ഷത്തിലെ താപത്തെയും സ്വാധീനിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സമുദ്രജലത്തിന്റെ താപത്തെയും സ്വാധീനിക്കുന്നുണ്ട്. ഇനി അടുത്തത് സമുദ്രജല പ്രവാഹങ്ങൾ, ഓഷൻ കറൻസ്, ഇവയും മറ്റൊരു കാരണമാണ്. അപ്പം 4 പോയിന്റ് ഉണ്ട്, 2 മാർക്കിനൊക്കെ ചോദിക്കും. 4 പോയിന്റ് 2 പോയിന്റെങ്കിലും എഴുതുക. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇൻഡയറക്റ്റ് സോഴ്സസ് അബൌട്ട് ഇന്റീരിയർ ഓഫ് എർത്ത്, പരോക്ഷ സ്രോതസ്സുകൾ, ഭൂമിയുടെ ഉള്ളറകളെ പറ്റി അറിയാൻ സാധിക്കുന്ന പരോക്ഷ സ്രോതസ്സുകൾ ഏതെല്ലാമാണെന്നാണ്. അപ്പോൾ 3 ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, അതുപോലെ ഊഷ്മാവ്, മർദ്ദം, സാന്ദ്രത. ഇവ നമ്മുടെ ഇതിനെ അനലൈസ് ചെയ്യുന്നതിലൂടെ, ലാബിലൊക്കെ വെച്ച് നമുക്ക് പരിശോധിക്കുന്നതിലൂടെയും ഭൂമിയുടെ ഉള്ളറയിലെ വിവരങ്ങൾ, അല്ലെങ്കിൽ അവിടെ ചൂട് കൂടുതലാണോ, അല്ലെങ്കിൽ ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം തരത്തിലുള്ള വസ്തുക്കളാണ് അടങ്ങിയിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ പ്രഷർ, ഇവയെല്ലാം അനലൈസ് ചെയ്താൽ അത് ഇൻഡയറക്റ്റ് സോഴ്സസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. പിന്നെ ഉൽക്കകൾ, മീറ്റിയോറുകൾ, ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, പിന്നെ ഭൗമകാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി എർത്ത്, ഭൂകമ്പ പ്രവർത്തനങ്ങൾ, സീസ്മിക് ആക്ടിവിറ്റീസ്, ഇത്രയുമാണ് ഇൻഡയറക്റ്റ് സോഴ്സസ്. അപ്പോൾ ഇത് ഭൂമിയുടെ ഉള്ളറയെ പറ്റി അറിയാൻ സാധിക്കുന്ന പരോക്ഷ സ്രോതസ്സുകളാണ്. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻട്രൂസീവ് ലാൻഡ് ഫോംസ്, പ്രധാന ആന്തരാഗ്നേയ ശിലാരൂപങ്ങൾ. ഇൻട്രൂസീവ് ലാൻഡ് ഫോംസ്, ലാവ ഭൂമിക്കുള്ളിൽ വെച്ച് തന്നെ തണുത്തുറഞ്ഞുണ്ടാകുന്ന ഭൂരൂപങ്ങളാണ്. നമ്മൾ പുറത്ത് കാണുന്ന കല്ലുകളുണ്ടല്ലോ, അതായത് ആഗ്നേയ ശിലകൾ, അതുപോലെ തന്നെ കായാന്തരിത ശിലകൾ, ഇവയൊക്കെ പുറത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ്, അല്ലെങ്കിൽ കല്ലുകളാണ്. ഇതേപോലെ ഭൂമിയുടെ ഉള്ളിലും എന്ത് പറ്റുന്നു? ഈ ലാവ തണുത്തുറഞ്ഞ് ഭൂരൂപങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവയാണ് ആന്തരാഗ്നേയ ശിലകൾ, അല്ലെങ്കിൽ ഇൻട്രൂസീവ്. എന്ന് പറയുമ്പോൾ അകത്ത് അല്ലേ, ഇൻട്രൂസീവ് ലാൻഡ് ഫോംസ്. ഇതിൽ 6 പേര് കൊടുത്തിട്ടുണ്ട്. ബാത്തോലിത്ത് ഏറ്റവും താഴെ കാണപ്പെടുന്നതാണ് ബാത്തോലിത്ത്, ഏറ്റവും വലിയ രൂപവുമാണ്. ലാക്കോലിത്ത് മകുടാകൃതിയിൽ ഇങ്ങനെ ഡോം ഷേപ്ഡ് ആയിട്ടിരിക്കുന്നതാണ് ലാക്കോലിത്ത്. ഈ രീതിയിൽ ഇങ്ങനെ ഇരിക്കും. ബാത്തോലിത്ത് എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഏറ്റവും ഉള്ളിൽ വലുതായിട്ട് കാണപ്പെടുന്ന രൂപമാണ്. ലാപ്പോലിത്ത് കോൺകേവ് ആകൃതിയിൽ കാണപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഫാക്കോലിത്ത് എന്ന് പറയുമ്പോൾ തരംഗ രൂപത്തിൽ കാണപ്പെടുന്നതാണ്. സില്ലുകൾ എന്ന് പറയുന്നത് തിരശ്ചീനമായി കാണപ്പെടുന്നതും, ഷീറ്റ് അതിൻ്റെ കുറച്ച് വലിയ രൂപമാണ് ഷീറ്റുകൾ. പിന്നെ ഡൈക്ക് എന്ന് പറയുമ്പോൾ ലംബമായ ദിശയിൽ രൂപപ്പെടുന്നവയാണ്. ഈ രീതിയിൽ ഒരു ചിത്രമൊക്കെ നിങ്ങളുടെ ഗൈഡിലും ടെക്സ്റ്റിലൊക്കെ ഉണ്ട്. അത് വരയ്ക്കണമെന്നില്ല, എങ്കിലും അതൊന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങൾ ഓരോ പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും. ചിലപ്പോൾ ഈ ഷീറ്റ് അല്ലെങ്കിൽ ഡൈക്ക്, സില്ലൊക്കെ മാത്രമായിട്ട് ചിലപ്പോൾ ചോദിക്കും, അല്ലെങ്കിൽ മൊത്തത്തിൽ പ്രധാനമായ ആന്തരിക ആഗ്നേയശിലകൾ ഏതെല്ലാമാണെന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ചിത്രത്തിന്റെ സഹായത്തോടു കൂടി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫലകാതിരുകളാണ്. ടൈപ്സ് ഓഫ് പ്ലേറ്റ് ബൗണ്ടറീസ്. പ്ലേറ്റ് ടെക്ടോണിക് തിയറിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ടോപ്പിക്കാണ് പ്ലേറ്റ് ബൗണ്ടറീസ്, ഫലകാതിരുകൾ. 3 തരമാണുള്ളത്: സംയോജക സീമ, വിയോജക സീമ, സ്ഥാനാന്തര സീമ. അപ്പോൾ സംയോജക സീമ എന്ന് പറയുമ്പോൾ രണ്ടും ഒരേ ദിശയിൽ വന്ന് കൂട്ടിമുട്ടുന്നവയാണ്, കൺവേർജന്റ് ബൗണ്ടറി എന്ന് പറയും. വിയോജക സീമ എന്ന് പറയുമ്പോൾ രണ്ടും വ്യത്യസ്ത ദിശയിലോട്ട് പോകുന്നു, ഡൈവേർജന്റ് പ്ലേറ്റ് എന്ന് പറയും. സ്ഥാനാന്തര സീമ എന്ന് പറയുന്നത് ട്രാൻസ്ഫോം ആണ്, ഇതിന് മുകളിലൂടെ ഒന്നിങ്ങനെ സ്ലൈഡ് പാസ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ബൗണ്ടറി എന്നും പറയാറുണ്ട്. ഇതിന്റെ ചിത്രത്തിന്റെ സഹായത്തോടു കൂടി തന്നെ വരച്ച് എഴുതാൻ ശ്രമിക്കുക. 2 ഫലങ്ങൾ തമ്മിൽ അടുക്കുന്നതാണ് സംയോജക സീമ. ഇവിടെയാണ് നമ്മൾ മടക്ക് പർവ്വതങ്ങളൊക്കെ രൂപം കൊള്ളുന്നത്. ഇനി വിയോജക സീമ എന്ന് പറയുമ്പോൾ തമ്മിൽ അകന്നു പോകുന്നു, ഇവിടെ പുതിയ ഭൂവൽക്കം രൂപപ്പെടുന്നു. വ്യാപന സീമകൾ, വ്യാപന മേഖലകൾ, നമ്മൾ പറയുന്ന സബ്ഡക്ഷൻ സോൺ എന്ന് പറയും. സബ്ഡക്ഷൻ സോണുകളൊക്കെ ഇവിടെയാണ് രൂപം കൊള്ളുന്നത്, സബ്ഡക്ഷൻ സോണുകൾ. പിന്നെ സ്ഥാനാന്തര സീമ, കൂടുതലും ഈ ഭൂകമ്പം ഉണ്ടാവാൻ സാധ്യതയുള്ളത് സ്ഥാനാന്തര സീമ ഉള്ള സ്ഥലങ്ങളാണ്. കാരണം 2 ഫലങ്ങൾ തെന്നി മാറുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതാണ് 3 തരം ഫലകാതിരുകൾ. ഒരു ചിത്രം വരച്ച് തന്നെ അത് എഴുതാൻ ശ്രമിക്കുക. 11ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സമുദ്രതട വ്യാപനം, അല്ലെങ്കിൽ സീ ഫ്ലോ സ്പ്രെഡിങ്. ഇതും 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്.
1961 ഹാരി ഹെസ് ആണ് ഇത് ആദ്യമായി അവതരിപ്പിക്കുന്നത് ഈ ഒരു എന്താണ് തിയറി. പിന്നെ സമുദ്രാന്തർ പർവ്വത നിരകളിൽ തുടർച്ചയായി അഗ്നിപർവ്വത സ്ഫോടനം നടക്കുകയും നേരത്തെ പറഞ്ഞ ഫലകാതിരികളുടെയൊക്കെ ചലനം കാരണം അഗ്നിപർവ്വത സ്ഫോടനം കടലിന്റെ ഉള്ളിൽ നടക്കുകയും അവിടെ എന്ത് സംഭവിക്കുന്നു, ആ വിള്ളലിലൂടെ സ്ഫോടനത്താൽ രൂപം കൊള്ളുന്ന വിള്ളലുകളിലൂടെ ലാവ പുറത്ത് വന്ന് ഒരു പുതിയ കടൽത്തറ രൂപം കൊള്ളുന്നു. ഇങ്ങനെ എന്ത് പറ്റുന്നു, ആ പേര് പറയുന്ന പോലെ തന്നെ സമുദ്രതടം വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് സമുദ്രതട വ്യാപനം. 1961 ഹാരി ഹെസ് ആണ് ഇത് കൊണ്ടുവന്നത്. നേരത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ളതാണ് സമുദ്രതട വ്യാപനം. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അന്തരീക്ഷ ചൂടാകുകയും തണുക്കുന്നതുമായിട്ടുള്ള പ്രക്രിയകൾ ഏതെല്ലാമാണ്, അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് എന്നൊക്കെ പല രീതിയിലും ചോദിക്കാറുണ്ട്. പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് ചോദിക്കാം. അതായത് അന്തരീക്ഷം ചൂടാകുകയും തണുക്കുകയും ചെയ്യുന്ന പ്രക്രിയകൾ ഏതെല്ലാമാണ്. ഇവിടെ 3 അല്ലെങ്കിൽ 4 തരമുണ്ട്. ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഭൗമ വികിരണവും കൂടി ചേർത്ത് 4 തരമാണുള്ളത്. സംനയനം അല്ലെങ്കിൽ കണ്ടക്ഷൻ, സംവഹനം കൺവെക്ഷൻ, അഭിവഹനം അല്ലെങ്കിൽ അഡ്വെക്ഷൻ, ഇങ്ങനെ 3 പ്ലസ് ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഭൗമ വികിരണം, അങ്ങനെ 4 എണ്ണമാണ് ഉള്ളത്. 3 എണ്ണം നമ്മൾ പൊതുവേ പറയുന്നുണ്ട്. ഇതും ഒരു ചിത്രം ഉണ്ട്, ചിത്രത്തിന്റെ സഹായത്തോടു കൂടി തന്നെ നിങ്ങൾ വരച്ച് എഴുതാൻ ശ്രമിക്കുക. വ്യത്യസ്ത താപനിലയിലുള്ള വസ്തുക്കൾ പരസ്പരം സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് മൂലം താപം കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് സംനയനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമ്മുടെ കരയും അതുപോലെ തന്നെ ഭൂമിയുടെ ഉപരിതലവും വായുവും ഉദ്ദേശിച്ചാൽ മതി, അവിടെ നടക്കുന്ന ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കണ്ടക്ഷൻ എങ്കിൽ, ചൂട് കൂടിയ പ്രദേശത്ത് നിന്നും കുറഞ്ഞ പ്രദേശത്തേക്ക് താപം ലംബമായി സഞ്ചരിക്കുന്നു. മുകളിലോട്ട് ലംബമായി ഈ രീതിയിൽ ആരോസ് ഇട്ട് നിങ്ങൾക്ക് കാണിക്കാം, ഇങ്ങനെ പോകുന്നതിനെയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. അഭിവഹനം എന്ന് പറയുമ്പോൾ കാറ്റുമായി ബന്ധപ്പെട്ടാണ്, അതായത് തിരശ്ചീന തലത്തിലുള്ള വായുപ്രവാഹം മൂലം അന്തരീക്ഷം ചൂടാകുകയും തണുക്കുകയും ചെയ്യുന്നതിനാണ് വിൻഡിന്റെ സഹായത്തോടു കൂടി, കാറ്റിന്റെ സഹായത്തോടു കൂടിയുള്ള ഒരു അന്തരീക്ഷ ചൂടാകുകയും തണുക്കാകുന്ന പ്രക്രിയയാണ് അഡ്വെക്ഷൻ അല്ലെങ്കിൽ അഭിവഹനം. ലാസ്റ്റ് ഭൗമ വികിരണം, ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് താപം മുകളിലോട്ട് അന്തരീക്ഷത്തിലോട്ട് പോകുന്ന ഒരു പ്രക്രിയ. അപ്പോൾ ഈ രീതിയിൽ ഒരു ചിത്രത്തിന്റെ സഹായത്തോടു കൂടി തന്നെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്ത 13ാമത്തെ ചോദ്യമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് സൗരവികിരണത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻസൊലേഷൻ. എന്താണ് ഇൻസൊലേഷൻ? ഇൻകമിങ് സോളാർ റേഡിയേഷൻ, അതാണ് ഇൻസൊലേഷൻ. അപ്പോൾ സൗര വികിരണത്തെ നമ്മൾ നേരത്തെ ഭൗമ വികിരണം പറഞ്ഞു, തിരിച്ചു പോകുന്ന ചൂടാണ്. അപ്പൊ അത് ഭൗമ വികിരണമാണെങ്കിൽ സൗരവികിരണം എന്നാൽ ഇങ്ങോട്ട് വരുന്ന ചൂടാണ് അല്ലെ, സൂര്യനിൽ നിന്ന്. അവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പ്രധാനമായും സൂര്യരശ്മിയുടെ ചരിവ്, ഇൻക്ലിനേഷൻ ഓഫ് സൺറൈസ്, കാറ്റിന്റെ ദിശ, വിൻഡ് ഡയറക്ഷൻ, പകലിന്റെ ദൈർഘ്യം, ഡ്യൂറേഷൻ ഓഫ് ഡേ, സമുദ്രതീരത്ത് നിന്നുള്ള അകലം, ഡിസ്റ്റൻസ് ഫ്രം സീ, സമുദ്രജല പ്രവാഹങ്ങൾ, ഓഷൻ കറൻസ്, അന്തരീക്ഷത്തിന്റെ സ്വഭാവം, അതായത് എങ്ങനെയുള്ള ക്ലൈമറ്റ് അല്ലെങ്കിൽ വെതർ ആണ്, ക്ലൗഡ് ആണോ, ക്ലൗഡി ആണോ, സണ്ണി ഡേ ആണോ, അല്ലെങ്കിൽ മേഘങ്ങൾ ഇല്ലാത്ത കണ്ടീഷനാണോ, അതൊക്കെയാണ് അതിവിടെ ഉദ്ദേശിക്കുന്നത്. നേച്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ, ഇത്രയും കാര്യങ്ങളാണ് സൗരവികിരണത്തിന്റെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. 14ാമത്തെ ചോദ്യം സമുദ്രജലത്തിന്റെ ചലനങ്ങളെ പറ്റിയാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. ടൈഡ് എന്താണ്, ഓഷൻ കറണ്ട് എന്താണ് എന്ന് ചോദിക്കാം. ചിലപ്പോൾ ടൈഡ് മാത്രമായിട്ടും ചോദിക്കാം. വിവിധ തരം ടൈഡുകൾ, വേലിയേറ്റം ഏതെല്ലാമാണ്, വേലിയിറക്കം ഏതെല്ലാമാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ടോപ്പിക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ സമുദ്രജലത്തിന്റെ ചലനങ്ങൾ എന്ന് പൊതുവെ ചോദിക്കുകയാണെങ്കിൽ 3 എണ്ണം ഉണ്ട്. തിരമാലകൾ കൂടി വരും. ഇതിൽ 2 എണ്ണം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, ടൈഡ്സും ഓഷൻ കറൻസും. ടൈഡ്സ് എന്താണ്? ചന്ദ്രന്റെയും സൂര്യന്റെയും ആകർഷണ ഫലമായി കടൽ ജലം ഉയരുകയും താഴുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ടൈഡ്സ് എന്ന് പറയുന്നത് അല്ലേ. ദ പൊസിഷൻ ഓഫ് സൺ ആൻഡ് മൂൺ വിത്ത് എർത്ത്, ഭൂമിയുമായി സണ്ണും മൂണും ചേർന്ന് വരുന്ന ഒരു രീതിയിൽ ഗുരുത്വാകർഷണ ബലം കാരണമൊക്കെ രൂപം കൊള്ളുന്ന ഒരു തരം ഫലമാണ് ഈ ടൈഡുകൾ അല്ലെങ്കിൽ വേലിയേറ്റവും വേലിയിറക്കവും. ഈ സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഓഷൻ കറൻസ് എന്ന് വെച്ചാൽ സമുദ്രത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സമുദ്രജലത്തിന്റെ തുടർച്ചയായ ചലനമാണ് സമുദ്രജല പ്രവാഹം. ഓക്കെ, അല്ലെങ്കിൽ ഓഷൻ കറൻസ് എന്ന് പറയും. ഇനി ഇത് തന്നെ ടൈപ്സ് ഓഫ് ഓഷൻ കറൻസ് ഉണ്ട്, ടൈപ്സ് ഓഫ് ടൈഡ്സ് ഉണ്ട്. അത് സെപ്പറേറ്റ് ചെയ്യാൻ ഒരു ടോപ്പിക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതും അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2 മാർക്കിനൊക്കെ ചോദിക്കാം. 15ാമത്തെ ചോദ്യം ട്രോപ്പിക്കൽ എവർ ഗ്രീൻ ഫോറസ്റ്റ്, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. വിവിധ തരം വനങ്ങൾ, നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. എവർഗ്രീൻ ഫോറസ്റ്റ് പശ്ചിമഘട്ടത്തിലെ, അപ്പോൾ ഇന്ത്യ ടെക്സ്റ്റിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ്. പശ്ചിമഘട്ടത്തിലെ പടിഞ്ഞാറൻ ചെരുവുകളിൽ കാണപ്പെടുന്നത്, വെസ്റ്റേൺ ഗട്ട്സിന്റെ തന്നെ
വെസ്റ്റിലായിട്ട് കാണപ്പെടുന്നു. നമ്മുടെ കേരള സൈഡിലോട്ടൊക്കെ വരുന്ന ഭാഗത്ത് കാണപ്പെടുന്നതാണ്. ശരാശരി വാർഷിക വർഷപാതം 200 സെന്റിമീറ്ററോ അതിൽ കൂടുതലോ ആയിരിക്കും. 200 ആൻഡ് അബോവ് ആയിരിക്കും. ഇനി ഈ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ വേറെ രീതിയിലും പറയുന്നുണ്ട്. അർദ്ധ നിത്യഹരിത വനങ്ങളായിട്ടും ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. അർദ്ധ നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ സെമി എവർഗ്രീൻ ഫോറസ്റ്റ് ആയിട്ടും പറയാറുണ്ട്. ഇനി അവിടെ എന്ത് കുറവായിരിക്കും അപ്പോൾ ഈ വാർഷിക വർഷപാതം കുറച്ച് കുറവായിരിക്കും. 150 സെന്റിമീറ്റർ ഒക്കെ ആയിരിക്കും സെമി എവർഗ്രീനിൽ വരുമ്പോൾ. ഇവിടെ 200 സെന്റിമീറ്റർ ആണ്. ഇനി ഊഷ്മാവ് ടെമ്പറേച്ചർ 22 ഡിഗ്രി ആണ്. 60 മീറ്റർ ഉയരത്തിൽ മരങ്ങൾ കാണപ്പെടുന്നു. അതായത് നല്ല ഉയരമുള്ള മരങ്ങളാണ് ഇവിടെ കാണുന്നത്. ഈട്ടി, ആഞ്ഞിലി മുതലായവ, അയണി, റോസ്വുഡ് മുതലായ ട്രീസ് ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇതേ കണക്ക് നിങ്ങൾ മറ്റ് വനങ്ങളുടെയും ജസ്റ്റ് എല്ലാം പഠിച്ചില്ലെങ്കിലും ഇപ്പൊ തോൺ ഫോറസ്റ്റ് ഒക്കെ ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്, മുൾക്കാടുകളെ പറ്റിയൊക്കെ. അതേപോലെ ഡെസിഡിയസ് ഇലപൊഴിയും വനങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു 2-3 പോയിന്റ് എങ്കിലും ഓരോ വനങ്ങളുടെയും പഠിച്ചു വെച്ചിരിക്കുക. അടുത്തത് വാതമുഖങ്ങൾ എന്താണ്, ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രോണ്ട് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 2 വായു സഞ്ചയങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ രൂപപ്പെടുന്ന മേഖലയാണ് വാതമുഖം അല്ലെങ്കിൽ ഫ്രോണ്ട് എന്ന് പറയുന്നത്. 3 തരം ഫ്രോണ്ട് ഉണ്ട്. വാം ഫ്രണ്ട് അല്ലെങ്കിൽ ഉഷ്ണവാതമുഖം, ശീതവാതമുഖം അല്ലെങ്കിൽ കോൾഡ് ഫ്രണ്ട്, പിന്നെ സ്റ്റേഷനറി ഫ്രണ്ട്, അതായത് ചലനമൊന്നുമില്ലാതെ നിൽക്കുന്ന ഫ്രണ്ടാണ് സ്റ്റേഷനറി ഫ്രണ്ട്. അങ്ങനെ 3. പിന്നെ ഒന്നുകൂടി ഉണ്ട്, ഒക്ലൂഡഡ് ഫ്രണ്ടും ഉണ്ട്. 3 എഴുതിയാലും മതി. ഇപ്പോൾ സ്റ്റേഷനറി ഫ്രണ്ട്, കോൾഡ് ഫ്രണ്ട്, വാം ഫ്രണ്ട്. അടുത്തത് സ്റ്റേജസ് ഓഫ് ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് സിദ്ധാന്തത്തിന്റെ അല്ലെങ്കിൽ മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന്റെ ഘട്ടങ്ങൾ ഏതെല്ലാമാണ് എന്ന് ചോദിക്കും. അപ്പോൾ എന്താണ് ബിഗ് ബാങ് തിയറി എന്നൊന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ 3 പോയിന്റുകൾ ടെക്സ്റ്റിലും ഗൈഡിലും എല്ലാം കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഇപ്പോൾ 1920-കളിൽ, 20 എന്ന് പറഞ്ഞാൽ ഒരു വർഷമല്ല, 20-കളിലാണ് എഡ്വിൻ ഹബിൾ ഇത് അവതരിപ്പിക്കുന്നത്. പിന്നെ ഇന്നും നമ്മൾ അംഗീകരിക്കുന്ന പ്രപഞ്ച ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഏറ്റവും ആധുനിക സിദ്ധാന്തം. ഇത് ചിലപ്പോൾ മോഡേൺ തിയറി, മോസ്റ്റ് അക്സെപ്റ്റഡ് മോഡേൺ തിയറി എന്നൊക്കെ ചോദിക്കും. അംഗീകരിച്ചിട്ടുള്ള ആധുനിക സിദ്ധാന്തം ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം എന്ത് തന്നെയാണ്, ബിഗ് ബാങ് തിയറിയാണ്. എന്നിട്ട് അതിനെപ്പറ്റി ചോദിക്കും. ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചോദിക്കാം. ആധുനികമായ അല്ലെങ്കിൽ പ്രപഞ്ച ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ആധുനിക സിദ്ധാന്തം ഏത്, അംഗീകരിച്ചിട്ടുള്ള ആധുനിക സിദ്ധാന്തം ഏത്, അതിൻ്റെ ഘട്ടങ്ങൾ ഏതെല്ലാം എന്ന് ചോദിക്കാം. അപ്പോൾ അവിടെ ഡയറക്റ്റ് ആയിട്ട് എന്താണ് മഹാവിസ്ഫോടന സിദ്ധാന്തം എന്ന് ചോദിക്കുന്നില്ല, അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. 3 ഘട്ടങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പ്രപഞ്ചത്തിലെ സകല ദ്രവ്യങ്ങളും അതിതീവ്രമായ ചൂടും സാന്ദ്രതയുമുള്ള ചെറുകണികകൾ കൊണ്ടിരുന്നു. എന്നിട്ട് ഏകദേശം 13.7, ഒരു വർഷം ഓർത്തിരിക്കുക, 7 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അതിഭീമകാരമായ പൊട്ടിത്തെറിച്ചു. പ്രപഞ്ചം വികാസം ആരംഭിച്ചു, അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ഈ രീതിയിലൊരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആണ്, അല്ലെങ്കിൽ അത് എപ്പോഴും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു ചെറിയ കണിയിൽ നിന്ന് എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അത് കാണിക്കുന്നത്. പിന്നെ ഇതിനെ തുടർന്ന് 3 ലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഊഷ്മാവ് താഴുന്ന പ്രപഞ്ചം സുതാര്യമായി. ഇതാണ് 3 ഘട്ടങ്ങൾ, ബിഗ് ബാങ് തിയറിയുടെ 3 സ്റ്റേജസ് എന്ന് പറയുന്നത്. അടുത്തത് 18ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അപക്ഷയം അല്ലെങ്കിൽ വെതറിംഗ് എന്താണെന്നാണ്. ഭൗമശിലകളിൽ നിരന്തരമായി സംഭവിക്കുന്ന വിഘടന പ്രക്രിയയാണ് അപക്ഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെതറിംഗ് എന്ന് കൊണ്ട് പറയുന്നത്. ഇത് 3 തരത്തിലാണുള്ളത്. ഫിസിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം അല്ലെങ്കിൽ കെമിക്കൽ വെതറിംഗ്, ജൈവിക അപക്ഷയം അല്ലെങ്കിൽ ബയോളജിക്കൽ വെതറിംഗ്. ഇതിൽ ഏതെങ്കിലും ഒരു അപക്ഷയം മാത്രമായിട്ട് എടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ കണക്ക് അപക്ഷയങ്ങൾ ഏതെല്ലാമാണ്, 3 തരം അപക്ഷയങ്ങൾ ഏതെല്ലാമാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ശിലകളുടെ ധാതുഘടനകൾക്ക് മാറ്റം വരാതെ ഗുരുത്വാകർഷണ ബലം മൂലം, കാലാവസ്ഥ ഘടകങ്ങൾ മൂലമോ ശിലകൾ പൊട്ടിപ്പൊടിയുന്നതാണ് ഫിസിക്കൽ അല്ലെങ്കിൽ ഭൗതിക അപക്ഷയം. ഇനി രാസപ്രവർത്തനങ്ങളിലൂടെ, കെമിക്കൽ ആക്ടിവിറ്റീസിലൂടെയാണ് ഇത് ഉണ്ടാവുന്നതെങ്കിൽ, അപക്ഷയം നടക്കുന്നതെങ്കിൽ അത് കെമിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ രാസിക അപക്ഷയം. ഇനി മനുഷ്യന്റെയോ സസ്യജന്തുജാലങ്ങളുടെയോ പ്രവർത്തനങ്ങൾ മൂലമാണെങ്കിൽ അത് ജൈവിക അപക്ഷയം, ബയോളജിക്കൽ വെതറിംഗ്. വായിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 19ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്റ്റാലക്ടൈറ്റും സ്റ്റാലക്മൈറ്റും എന്താണ്, അല്ലെങ്കിൽ ഇതൊരു ചിത്രത്തിന്റെ സഹായത്തോടു കൂടിയും ചോദിച്ചിട്ടുണ്ട്. ചിത്രം തന്നിട്ട് ഇതിനകത്ത് എന്താണെന്നൊന്നും എഴുതൂല, നിങ്ങളുടെ അടുത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ ഇത് ഏതാണ്, മുകളിലൂടെ കാണപ്പെടുന്നത് ഏത്, താഴെ നിന്ന് രൂപം കൊള്ളുന്നത് ഏത് എന്ന് ചോദിച്ചിട്ട്. മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും ഭൂഗർഭ ജലത്തിന്റെ ഭൂരൂപീകരണ പ്രക്രിയ മൂലം ഉണ്ടാവുന്നതാണ്. ഇത് രണ്ടും നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപം കൊള്ളുന്നതാണ്. ഇനി എന്താണ് സ്റ്റാലക്ടൈറ്റ് എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് രൂപം കൊള്ളുന്നതാണ് കേട്ടോ. താഴേക്ക് തൂങ്ങി നിൽക്കുന്ന കാൽസ്യം കാർബണേറ്റ് ഭൂരൂപമാണിത്. ഇനി താഴെ നിന്ന് മുകളിലോട്ടാണ് ഇത് രൂപം കൊള്ളുന്നതെങ്കിൽ, കൂർത്ത് നിൽക്കുന്ന കാൽസ്യം കാർബണേറ്റ് ആണെങ്കിൽ അത് സ്റ്റാലക്മൈറ്റുകളാണ്. അപ്പോൾ സ്റ്റാലക്ടൈറ്റും സ്റ്റാലക്മൈറ്റും ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുമ്പോൾ വേറൊരു സംഭവം ഉണ്ടാവും. അതാണ് പില്ലേഴ്സ് അല്ലെങ്കിൽ സ്തംഭങ്ങൾ രൂപം കൊള്ളും.
ഇത് ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെ പഠിക്കുക. പറ്റുമെങ്കിൽ ഒരു ചിത്രം കൂടി വരയ്ക്കുക. ചിത്രം ഇല്ലാതെയാണ് ചോദിക്കുന്നതെങ്കിൽ ചിത്രം വരച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു ഇറോഷണൽ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോമാണ്. എന്തിൻ്റെ? അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ അല്ലെങ്കിൽ ഭൂഗർഭ ജലത്തിൻ്റെ. 20ാമത്തെ ചോദ്യം, 4 ഇന്ത്യൻ സീസൺസ്, ഇന്ത്യയിലെ ഋതുക്കളുടെ താളക്രമം. 4 ഋതുക്കളുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ ഡയറക്റ്റായിട്ട് 4 എഴുതാൻ ചോദിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഇന്ത്യയിലെ ശൈത്യകാലത്തിൻ്റെ പ്രത്യേകത എന്ന് കഴിഞ്ഞ വർഷത്തെ ബോർഡ് എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ അതേ കണക്ക് ഏതെങ്കിലും ഒരു കാലം മാത്രം, ഒരു ഋതു മാത്രം എടുത്തും ചോദിക്കാറുണ്ട്. അപ്പോൾ 4 സീസൺസ് ഉള്ളത് ശൈത്യകാലം ഹോട്ട് വെതർ സീസൺ, ശൈത്യകാലം കോൾഡ് വെതർ സീസൺ, ഉഷ്ണകാലം ഹോട്ട് വെതർ സീസൺ, സമ്മർ സീസൺ നമ്മളങ്ങനെ പറയാറില്ല. ശൈത്യകാലം കോൾഡ് വെതർ സീസൺ, ഉഷ്ണകാലം ഹോട്ട് വെതർ സീസൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, സൗത്ത് വെസ്റ്റ് മൺസൂൺ, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ. 4 എണ്ണമാണുള്ളത്. 4ൻ്റെയും ഒരു 2-3 പോയിന്റെങ്കിലും ഒന്ന് വായിച്ചു വെച്ചേക്കുക. കാരണം ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതാൻ സാധിക്കും. ഇപ്പോൾ 21ാമത്തെ ചോദ്യമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് റിക്ടർ സ്കെയിൽ ആൻഡ് മെർക്കലി സ്കെയിലാണ്. റിക്ടർ സ്കെയില് മാഗ്നിറ്റ്യൂഡ്, ഭൂകമ്പത്തിൻ്റെ വ്യാപ്തി അളക്കാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ മെർക്കലി സ്കെയില് ഇൻറ്റൻസിറ്റി, തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ റിക്ടർ എന്ന് കേൾക്കുമ്പോഴേ ഫോർ എം എന്ന് ആലോചിക്കുക. എം എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡാണ്. റിക്ടർ സ്കെയിൽ എന്തിനാണ്? മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ വ്യാപ്തി അളക്കാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ മെർക്കലി സ്കെയിൽ എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി, ഐ എന്ന് ഓർത്തിരിക്കുക. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? തീവ്രത, എത്രത്തോളം തീവ്രതയിലാണ് ഭൂകമ്പം ഉണ്ടായത് എന്നളക്കാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മഴ നിഴൽ പ്രദേശം എന്നാൽ എന്താ, അല്ലെങ്കിൽ റെയിൻ ഷാഡോ റീജിയൻ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. പർവ്വത മഴ ലഭിക്കുന്ന, നമ്മുടെ ഓറോഗ്രഫിക് റെയിൻഫോൾ, അതാണ് പർവ്വത മഴ ലഭിക്കുന്ന പർവ്വത ചരിവുകളുടെ എതിർവശത്ത് മഴ ലഭിക്കുന്നില്ല, ഈ പ്രദേശത്തെയാണ് മഴ നിഴൽ പ്രദേശം. ഇതൊരു ചിത്രത്തിന്റെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് കാണിക്കാം. ഒരു മലയോര മേഖലയിൽ ഒരു കുന്ന് വരയ്ക്കുക, ഒരു സൈഡിൽ മഴ പെയ്യുന്നതായിട്ട് കാണിക്കുക, അപ്പുറത്തെ സൈഡിൽ മഴ പെയ്യാത്തതായിട്ട് കാണിക്കുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ വരയ്ക്കാതിരുന്നാൽ മതി. അപ്പോൾ ഈ മഴ ലഭിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ആരോസ് കൂടി ഇടുക. അപ്പോൾ ഈ ആരോ ഇടുന്നത് ഇത് വിൻഡ് വേർഡ് സൈഡാണ് കാണിക്കാനാണ്. വിൻഡ് വേർഡ് സൈഡ് എന്ന് പറഞ്ഞാൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ്. ഈ സൈഡായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റെയിൻ ഷാഡോ റീജിയൻ എന്ന് എഴുതാം. മഴ നിഴൽ പ്രദേശമായിട്ട് രൂപപ്പെടുന്നത് ഈ റീജിയനാണ്. റെയിൻ ഷാഡോ റീജിയൻ ഈ സൈഡായിരിക്കും. അപ്പോൾ ലീവേർഡ് സൈഡ് ഓഫ് ദ മൗണ്ടൻ സ്ലോപ്പ് വിച്ച് റിസീവ് ഓറോഗ്രാഫിക് റെയിൻഫോൾ ഡു നോട്ട് റിസീവ് റെയിൻഫോൾ, അതായത് ഓറോഗ്രാഫിക് റെയിൻഫോൾ ലഭിക്കുന്ന സ്ഥലത്തിന്റെ ലീവേർഡ് സൈഡ്, ഇത് വിൻഡ് വേർഡ് സൈഡ് ആയിരിക്കും. കാറ്റ് വീശുന്ന സൈഡാണിത്. വിൻഡ് വേർഡ് സൈഡിന്റെ അപ്പുറത്ത് ലീവേർഡ് സൈഡാണ്. ഈ ലീവേർഡ് സൈഡിലാണ് എന്ത് മഴ ലഭിക്കാതെയുള്ള ലീവേർഡ് സൈഡാണ് റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയാം, അല്ലെങ്കിൽ മഴ നിഴൽ പ്രദേശം. ഇത് നമുക്ക് കേരളത്തിന്റെ തമിഴ്നാടിന്റെ ആയിട്ടും പറയാൻ സാധിക്കും. കേരളത്തിൽ മഴ ലഭിക്കുന്ന സമയങ്ങളിൽ തമിഴ്നാട്ടിൽ മഴ ലഭിക്കാറില്ല. അപ്പം തമിഴ്നാട് ആ സമയത്ത് എന്താണ്, ഒരു റെയിൻ ഷാഡോ റീജിയൻ ആയി മാറുന്നു. ഇത് ഏതാണ്? വെസ്റ്റേൺ ഗട്ട്സ് ആവും. അപ്പോൾ ഇത് ഇവിടെ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഒരു സൈഡ്, അതായത് നമ്മുടെ കേരളത്തിനോടുള്ള സൈഡിൽ മഴ ലഭിക്കുമ്പോൾ വെസ്റ്റേൺ ഗട്ട്സിന്റെ അപ്പുറത്തെ സൈഡ് റെയിൻ ഷാഡോ റീജിയൻ ആയി മാറുന്നെന്നും പറയാൻ സാധിക്കും. അതാണ് മഴ നിഴൽ പ്രദേശം. 23ാമത്തെ ചോദ്യം ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ആഗോളതാപനത്തിന്റെ അനന്തരഫലങ്ങൾ, ഗ്ലോബൽ വാർമിങ്ങിന്റെ അഡ്വേഴ്സ് എഫക്ട്സ്. അപ്പോൾ ഇത് പൊതുവായിട്ട് എഴുതാം. ചൂട് കൂടുന്നല്ലേ, ആഗോളതലത്തിൽ ചൂട് വർദ്ധിക്കുന്ന, അന്തരീക്ഷ ചൂട് വർദ്ധിക്കുന്നതിനെയാണ് ആഗോളതാപനം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചൂട് കൂടുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? മഞ്ഞൊക്കെ ഉരുകും അല്ലേ, മഞ്ഞുരുകും. അതായത് നമ്മുടെ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞ് പാളികൾ ഉരുകുന്നു. ഈ ഉരുകി ഇറങ്ങുന്നത് എവിടെ ചേരും? കടലിൽ വന്ന് ചേരുകയും അപ്പോൾ കടലിലെ ജലം അല്ലെങ്കിൽ സമുദ്രജലം ഉയരുന്നു. സ്വാഭാവികമായിട്ടും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൻ്റെ അടിയിലാവും, അതായത് വെള്ളപ്പൊക്കം ഉണ്ടാവും. ദ്വീപുകളിലൊക്കെ അപകട സാധ്യത കൂടും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ സാധിക്കുന്ന പോയിന്റുകളാണ്. ഇനി അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ട്രോപ്പോസ്ഫിയർ, അന്തരീക്ഷത്തിലെ താഴത്തെ പാളിയുടെ അന്തരീക്ഷ താപനില കൂടുന്നു. പിന്നെ ഓഷൻ വാട്ടർ നേരത്തെ പറഞ്ഞ നമുക്ക് ചൂട് കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമുദ്രത്തിലുള്ള ജന്തുജാലങ്ങളും സസ്യജാലങ്ങൾക്കും എല്ലാം അത് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അവർ ചിലപ്പോൾ അത് കോറൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പവിഴപ്പുറ്റുകളൊക്കെ നശിച്ചു പോകും. ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളാണ്. പിന്നെ മഴയുടെയും അതുപോലെ തന്നെ വരൾച്ച, ഇതെല്ലാം ബാധിക്കും. മഴയുടെ അളവിനെ ബാധിക്കും, വരൾച്ച ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെയുള്ള പൊതുവേ ഉള്ള അന്തരീക്ഷ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും, വ്യതിയാനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൽ എഴുതാൻ സാധിക്കും. അപ്പോൾ ആഗോള താപനത്തിന്റെ അനന്തരഫലങ്ങൾ ഒരു ജനറൽ, പൊതുവായിട്ടുള്ളൊരു ചോദ്യമാണ്, വായിച്ചു വെച്ചേക്കുക. 24ാമത്തെ ചോദ്യം മേജർ ആൻഡ് മൈനർ ടെക്ടോണിക് പ്ലേറ്റ്സ്. വൻകര ഫലകങ്ങൾ, പ്രധാനപ്പെട്ട വൻകര ഫലകങ്ങളും അതുപോലെ ചെറുഫലകങ്ങളും ഏതെല്ലാമാണ്? ഇതിൽ വൻ ഫലകങ്ങൾ എന്ന് പറയുന്നത് പസഫിക് ഫലകം. ഇപ്പോൾ 7 എണ്ണം ഉണ്ട്. 7 കോണ്ടിനെന്റ് ഉണ്ടല്ലോ, 7 ഭൂഖണ്ഡം ആലോചിച്ചാൽ മതി.
പക്ഷേ പസഫിക് മാത്രമേ അതിൽ വേറിട്ട് നിൽക്കുന്നുള്ളൂ. പസഫിക് ഒരു കോണ്ടിനെന്റ് അല്ല, മറിച്ച് ഒരു ഓഷൻ ആണ്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതൊരു ഓഷ്യാനിക് പ്ലേറ്റ് ആണ്, ഒരു സമുദ്ര ഫലകമാണ്. അപ്പോൾ പക്ഷേ അതൊരു വൻ ഫലകമാണ് കേട്ടോ, മേജർ പ്ലേറ്റിൽ വരുന്നതാണ്. അപ്പോൾ പസഫിക് ഫലകം, യുറേഷ്യൻ ഫലകം, ഇപ്പോൾ യൂറോപ്പും ഏഷ്യയുടെ ഭാഗങ്ങൾ വരും. ആഫ്രിക്കൻ ഫലകം, ആഫ്രിക്ക ഒരു കോണ്ടിനെന്റ് ആണ്, അപ്പോൾ ആഫ്രിക്കൻ ഫലകം ഓർക്കാം. വടക്കേ അമേരിക്കൻ, തെക്കേ അമേരിക്കൻ ഫലകം, രണ്ടും കോണ്ടിനെന്റുകളാണ്, അപ്പോൾ ഓർക്കാൻ എളുപ്പമാണ്. ഇനി ഇതിൽ വരുന്ന അന്റാർട്ടിക്ക ഫലകവും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 7 ഫലകങ്ങൾ ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇതിൽ ഏറ്റവും വലുത് പസഫിക് ഫലകമാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി ചെറു ഫലകങ്ങൾ, മൈനർ പ്ലേറ്റ്, അതും ഒരു 6-7 എണ്ണം ടെക്സ്റ്റിലും ഗൈഡിലും ഉണ്ട്. ഇതിലൊരു 3 എണ്ണമെങ്കിലും പഠിച്ചു വെച്ചേക്കുക. നാസ്ക പ്ലേറ്റ്, കോക്കസ് പ്ലേറ്റ്, ഫിലിപ്പൈൻ പ്ലേറ്റ്, ഫിജി പ്ലേറ്റ്, അതുപോലെ തന്നെ അറേബ്യൻ ഫലകം, അറേബ്യൻ പ്ലേറ്റ് മുതലായ 1-2 പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇത്രയുമാണ്. അപ്പോൾ മേജർ ആൻഡ് മൈനർ ടെക്ടോണിക് പ്ലേറ്റ്സ് ഒന്ന് പേരുകൾ പഠിച്ചു വെച്ചേക്കുക. അതും എക്സാമിന് 2-3 മാർക്കിന് ചോദിക്കാം. ഈ വീഡിയോയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഖാദർ ആൻഡ് ബങ്കർ, രണ്ടും ഇന്ത്യയിലെ സമതലങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എക്കൽ സമതലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വടക്കൻ മഹാസമതലങ്ങളിലെ 2 വ്യത്യസ്ത അല്ലെ 2ആയി തരംതിരിക്കാവുന്നതിൽ ഉൾപ്പെടുന്നതാണ്. എക്കൽ സമതലങ്ങളെ 2ആയി തരംതിരിക്കാം. ഖാദർ എന്ന് പറയുമ്പോൾ ന്യൂ അലൂവിയം ആണ്, ന്യൂ അലൂവിയം ആണ് ഖാദർ. ബങ്കർ എന്ന് പറയുന്നത് ഓൾഡ് ആണ്. ഇതിൽ മോസ്റ്റ് ഫെർട്ടൈൽ, ഫലഭൂഷ്ടി കൂടുതലുള്ളത് ഖാദർ ആണ്, ന്യൂ അലൂവിയമാണ്. ബങ്കർ കുറവാണ്. കാര്യം ബങ്കറിൽ ഉള്ളൊരു വസ്തുവാണ് കൺകർ എന്ന് പറയുന്ന ഒരു കാൽഷ്യം കണ്ടന്റ്. കൺകർ നൊഡ്യൂൾസ് ഉള്ളത് കൊണ്ട് ബങ്കർ എന്ന് പറയുന്ന മണ്ണ് ഫലഭൂഷ്ടി കുറവാണെന്നും കൂടി അറിഞ്ഞിരിക്കുക. ഖാദർ, ബങ്കർ. ഖാദർ ന്യൂ എന്നും, ഖാദർ ന്യൂ ആണെന്നും ബങ്കർ ഓൾഡ് ആണെന്നും അറിഞ്ഞിരിക്കുക. ഇത് രണ്ടും ഇന്ത്യയിലെ എക്കൽ സമതലത്തിന്റെ 2 വ്യത്യസ്ത രൂപങ്ങളാണ്. ഓക്കെ, ഇത്രയുമാണ് ആദ്യത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത 25 ചോദ്യങ്ങൾ 2ാമത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നോട്ട് ചെയ്ത് വെച്ച് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് എഴുതാം. ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ നോർമൽ റിവിഷനും കണ്ടിന്യൂ ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഓർമ്മപ്പെടുത്തുന്നു, മുൻവർഷ ചോദ്യപേപ്പറുകളിൽ റിപ്പീറ്റ് വന്ന ചോദ്യങ്ങളും ചോദിച്ച ചോദ്യങ്ങളുമാണ്. ഇതുമായി അനുബന്ധ ചോദ്യങ്ങൾ തീർച്ചയായും ഇനിയുള്ള എക്സാമുകൾക്കും ചോദിക്കും. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് വായിച്ച് പഠിക്കുക, നോർമൽ റിവിഷൻ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.